രാജാതിരാജനും കർത്താതികർത്തനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം. ഇന്ന് ഏമൻ ഹാലേലുയ യോഹന്നാൻ ഏമൻ 14 കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഏമൻ ഹാലേലുയ വാഗ്ദത്തം ചെയ്ത് ഏമൻ ഹാലേലുയ 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏമൻ ഹാലേലുയ അവിടെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിക്കുവിൻ, എന്നിലേയും വിശ്വസിക്കുവിൻ. ഏമൻ ഹാലേലുയ. എന്നിട്ട് ഏമൻ ഹാലേലുയ അവരുടെ ഭയം മാറ്റാനായിരിക്കണം ഏമൻ കർത്താവ് താഴോട്ട് ഏമൻ ഹാലേലുയ കുറെ വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തത് ഏമൻ ഹാലേലൂയ ഒരുക്കിയ സ്ഥലത്തിനെ കുറിച്ചുള്ള വാഗ്ദത്തം. ഏമൻ ഹാലേലൂയ യോഹന്നാന്റെ ഏമൻ ഹാലേലൂയ 14:2-3 ഇങ്ങനെ വായിക്കാം: എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ആമേൻ ഹാലേലൂയ ഹാലേലൂയ. ഇവിടെ ദൈവം ഏമൻ ഹാലേലൂയ അവർക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിനായി ഏമൻ ഈ ലോകത്തിലെ ഒരു കാര്യത്തെ ഓർത്ത് ഏമൻ ഹാലേലൂയ അവർ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഏമൻ കർത്താവ് പോയി തീർച്ചയായിട്ടും ഏമൻ മടങ്ങി വരുമെന്നുള്ളൊരു വാഗ്ദത്തം ഏമൻ ഹാലേലൂയ അവർക്ക് മാത്രമല്ല, ഇന്ന് നമുക്കും ആ വാഗ്ദത്തം ഒരു പ്രത്യാശ നൽകുന്നതാണ്. ഏമൻ ഹാലേലൂയ. വീണ്ടും താഴോട്ട് ഏമൻ അടുത്ത വാഗ്ദത്തം കാണാം: ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചുള്ള വാഗ്ദത്തം. ഏമൻ ഹാലേലൂയ. ഏമൻ 13-14 ഇങ്ങനെ വായിക്കാം: ഞങ്ങൾ ഏമൻ ഹാലേ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുന്നത് ഞാൻ ചെയ്തു തരും. ഏമൻ ഹാലേൽ നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവല്ലെന്ന് ഏമൻ ഈ വാക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏമൻ ഹാലേലൂയ. മനുഷ്യൻ പറഞ്ഞതല്ല, ഏമൻ ശിഷ്യന്മാർ പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറയുന്നതാണ്. ഏമൻ ഹാലേലൂയ. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഹിതപ്രകാരം ഏമൻ നമ്മൾ ചോദിക്കുമ്പോൾ പിതാവിന്റെ ഏമൻ ഹാലേലൂയ പിതാവിനോട് കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ആമേൻ ഹാലേലൂയ നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ ഏമൻ ഹാലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവുണ്ട്. ഏമൻ മത്തായി സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ചോദിക്കുന്നത് ഏമൻ നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ ഏമൻ ഹാലേലൂയ ദൈവം നമുക്കത് തരും. ഏമൻ ഹാലേലൂയ. വീണ്ടും ഏമൻ താഴോട്ട് നമുക്ക് കാണാം പരിശുദ്ധാത്മാവിന്റെ ഏമൻ കുറിച്ചുള്ള വാഗ്ദത്തം. ഹാലേലൂയ ഹാലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ കിട്ടാൻ വെച്ച ഏറ്റവും വലിയ വാഗ്ദത്തമാണ്,